കാസർഗോഡ് പൂച്ചക്കാട് പ്രവാസി വ്യവസായി അബ്ദുൽ ഗഫൂറിന്റെ കൊലപാതകത്തിൽ അറസ്റ്റിലായ പ്രതികളുമായി തെളിവെടുപ്പ് നടത്തി പോലീസ്. പ്രവാസി വ്യവസായി ഗഫൂർ കൊല്ലപ്പെട്ട വീട്ടിലെത്തിച്ചാണ് പോലീസ് മൊഴിയെടുത്തത്. ഏറെ കോളിളക്കം സൃഷ്ടിച്ച കൊലപാതകം ആയതിനാൽ കടുത്ത രോഷത്തിലായിരുന്നു നാട്ടുകാർ. ബന്ധുക്കളും നാട്ടുകാരും ജിന്നുമ്മ ഷമീമക്കും കൂട്ടുപ്രതികൾക്കുമെതിരെ തിരിഞ്ഞപ്പോൾ പോലീസ് നിയന്ത്രിക്കാനും പാടുപെട്ടു. സ്ത്രീകൾ അടക്കമുള്ളവർ രോഷാകുലരായി. പോലീസ് ജീപ്പിലായതിനാലാണ് പ്രതികൾക്ക് മർദ്ദനമേൽക്കാതിരുന്നത്. നാട്ടുകാരും വീട്ടുകാരും ഉൾപ്പെടെ നിരവധി പേരാണ് അബ്ദുൽ ഗഫൂറിന്റെ വീട്ടിൽ ഉണ്ടായിരുന്നത്. ഇവർ പ്രതിഷേധവുമായി എത്തിയതോടെ സ്ഥലത്ത് സംഘർഷാവസ്ഥ ഉണ്ടായി. അബ്ദുൽ ഗഫൂറിനെ കൊലപ്പെടുത്തിയ മുറിക്കകത്ത് നിലവിൽ തെളിവെടുപ്പ് നടത്തി. ഗഫൂറിനെ ഏത് മുറിയിൽ വെച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് പ്രതികൾ പോലീസിന് കാണിച്ചു കൊടുത്തു. വൻ പോലീസ് സന്നാഹത്തോടെയാണ് പ്രതികളെ തെളിവെടുപ്പിന് എത്തിച്ചിരുന്നത്. 1 വർഷത്തിന് ശേഷമാണ് സാധാരണ മരണമെന്ന് എഴുതിത്തള്ളിയ വ്യവസായിയുടെ മരണം കൊലപാതകമാണെന്ന് തെളിയുന്നത്. പണം ഞങ്ങൾ തരും. മന്ത്രവാദത്തിലൂടെ തട്ടിയെടുത്ത സ്വർണം തിരിച്ചു ചോദിച്ചതാണ് കൊലപാതകത്തിന് കാരണമെന്ന് പ്രതികൾ പോലീസിന് മൊഴി നൽകി. മന്ത്രവാദിനിയും ഭർത്താവും ഉൾപ്പെടെ 4 പേരാണ് പോലീസ് പിടിയിലായത്. മന്ത്രവാദത്തിലൂടെ ഇരട്ടിപ്പിച്ച് നൽകാമെന്ന് പറഞ്ഞ് 596 പവൻ സ്വർണം തട്ടിയെടുത്തു. ഇത് തിരിച്ചു നൽകാതിരിക്കാനായിരുന്നു കൊലപാതകം. കാസർഗോഡ് സ്വദേശി അബ്ദുൽ ഗഫൂറിന്റെ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത് ഇങ്ങനെയാണ്. സ്വാഭാവിക മരണത്തിനായിരുന്നു ആദ്യം കേസെടുത്തത്. സ്വർണത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിനൊടുവിലാണ് കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത്. ആഭിചാരക്രിയക്കിടെ സ്വർണം തട്ടിയെടുത്ത് തല ചുമരിലിടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി. ജിന്നുമ്മ എന്നറിയപ്പെടുന്ന മന്ത്രവാദിനി കൂളിക്കുന്ന് സ്വദേശി KH ഷമീമ, ഭർത്താവ് ഉളിയത്തടുക്ക സ്വദേശി ഉബൈസ്, പൂച്ചക്കാട് സ്വദേശി അസ്നിഫ, കൊല്യ സ്വദേശി ആയിഷ എന്നിവരാണ് പിടിയിലായത്. ഗഫൂറിൽ നിന്ന് സംഘം 10 ലക്ഷം രൂപയും സ്വർണ്ണാഭരണങ്ങളും കൈപ്പറ്റിയതിൻ്റെ രേഖകളും കണ്ടെത്തിയിട്ടുണ്ട്. സ്വർണം വിറ്റ ജ്വല്ലറിയിൽ എത്തിച്ച് തെളിവെടുത്തു. ജില്ലാ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ DYSP KJ ജോൺസന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ബേക്കൽ പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും പ്രതികളെ പിടികൂടാനായില്ല. പോലീസിന് മേൽ ഉന്നതങ്ങളിൽ സമ്മർദ്ദമുണ്ടായതായി ആക്ഷൻ കമ്മിറ്റി ആരോപിക്കുന്നു. തട്ടിയെടുത്ത സ്വർണം അറസ്റ്റിലായ ആയിഷ മുഖേന വിവിധ ജ്വല്ലറികളിൽ വിറ്റതായാണ് സൂചന. സംഘം കൂടുതൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. 2.5 വർഷം മുൻപ് 2023 ഏപ്രിൽ 14-നാണ് ഷാർജയിൽ ബിസിനസ് നടത്തുന്ന അബ്ദുൽ ഗഫൂർ പൂച്ചക്കാട്ടെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്വർണം ഇരട്ടിപ്പിച്ച് തരാമെന്ന് പറഞ്ഞ് അബ്ദുൽ ഗഫൂറിന്റെ വീട്ടിൽ വെച്ച് സംഘം മന്ത്രവാദം നടത്തി. ഭാര്യയെയും മക്കളെയും ബന്ധുവീടുകളിലേക്ക് പറഞ്ഞുവിട്ടായിരുന്നു മന്ത്രവാദം. സ്വർണം ഇരട്ടിപ്പിക്കാമെന്ന് പറഞ്ഞ് ബന്ധുക്കളിൽ നിന്നുൾപ്പെടെ സമാഹരിച്ച സ്വർണമായിരുന്നു ഏകദേശം 4 കിലോയിലേറെ വരുന്ന 596 പവൻ. മന്ത്രവാദത്തിന് തൊട്ടടുത്ത ദിവസം ഗഫൂർ കട്ടിലിൽ നിന്ന് വീണ് കിടക്കുന്ന നിലയിലായിരുന്നു. അതിനാൽ ബന്ധുക്കൾക്ക് സംശയം തോന്നിയില്ല. എന്നാൽ സ്വർണം നൽകിയ ബന്ധുക്കൾ ഉൾപ്പെടെ ഇതന്വേഷിച്ച് വന്നതോടെ സംശയം തോന്നുകയായിരുന്നു. തുടർന്ന് മകൻ നൽകിയ പരാതിയിൽ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴാണ് തലക്ക് പുറകിലേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് വ്യക്തമായത്. അറസ്റ്റിലായ ഷമീമ എന്ന ജിന്നുമ്മയ്ക്ക് ക്രിമിനൽ പശ്ചാത്തലമെന്ന് പോലീസ് പറയുന്നു. വർഷങ്ങൾക്ക് മുൻപ് പ്രവാസിയെ ഹണി ട്രാപ്പിൽപ്പെടുത്തി ആഭരണങ്ങളും പണവും തട്ടിയെടുത്ത കേസിലെ പ്രതിയാണ് ജിന്നുമ്മ. 2 ആഴ്ച ജയിലിലും കിടന്നിരുന്നു. അന്ന് ജയിലിൽ കൂടെയുണ്ടായവരാണ് അറബി ദുർമന്ത്രവാദ സംഘത്തിലുണ്ടായിരുന്നത്. ഉയർന്ന സാമ്പത്തികമുള്ളവരെയാണ് ജിന്നുമ്മ നോട്ടമിട്ടിരുന്നത്. സമ്പന്നരുടെ വീടുകളിലെത്തി ജിന്നുമ്മയ്ക്ക് ആത്മീയ ശക്തിയുണ്ടെന്ന് സംഘത്തിലെ മറ്റുള്ളവർ പറഞ്ഞു വിശ്വസിപ്പിക്കും. കാസർഗോഡ് ജില്ലയിലെ ഒട്ടേറെ പ്രമുഖർ ഇവരുടെ വലയിൽ വീണിട്ടുണ്ടെന്നാണ് വിവരം. ഇതേക്കുറിച്ച് പോലീസ് വിശദമായി അന്വേഷിക്കും. ഇസ്ലാമിക ആഭിചാരത്തിന് ശേഷം ജിന്നുമ്മ കർണാടകക്കാരി പാത്തുട്ടിയായി ഉറഞ്ഞുതുള്ളും. തൻ്റെ ശരീരത്തിൽ പാത്തുട്ടിയുടെ ആത്മാവുണ്ടെന്ന് പറഞ്ഞ് ഇവർ വിശ്വസിപ്പിക്കും. തട്ടിപ്പിനിരയാകുന്നവർ സമൂഹത്തിൽ അറിയപ്പെടുന്നവരായതിനാൽ ആരും പരാതിപ്പെടാറില്ല. ഇതായിരുന്നു സംഘം മുതലെടുത്തത്.
അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.